ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വെച്ചാൽ ഈ റുബിക്സ് ക്യൂബ് എങ്ങനെ സോൾവ് ആക്കാമെന്ന് പറയാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ട് ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് എളുപ്പത്തിൽ സോൾവ് ആക്കാൻ പറ്റും. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് സോൾവ് ആക്കാൻ പറ്റും. ഇത് ഓരോരോ ഇക്വേഷനാണ്. ഇക്വേഷൻ റിപ്പീറ്റ് ചെയ്യുമ്പം ഇതേപോലെ നിങ്ങൾക്ക് പെട്ടെന്ന് സോൾവ് ആക്കാൻ പറ്റും. ഇതെന്ന് വെച്ചാൽ ട്രിക്കും കാര്യങ്ങളൊന്നുമല്ല, ഒരു അൽഗോരിതം റിപ്പീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് അതേ പൊസിഷനിലേക്ക് തന്നെ ക്യൂബ് എത്തുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെ ഏറ്റവും സിമ്പിളായിട്ട് യൂട്യൂബിൽ ഇതുവരെക്കും വീഡിയോ ഒരുപാടുണ്ട്. യൂട്യൂബിൽ റുബിക്സ് ക്യൂബ് സോൾവ് ആക്കുന്ന ഒരുപാട് വീഡിയോസ് ഉണ്ട്, മലയാളത്തിലും ഹിന്ദിയിലും എല്ലാത്തിലും. അപ്പോൾ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് ബിഗിനേഴ്സിന് യൂസ് ചെയ്യാൻ പറ്റിയ സിമ്പിളായിട്ടുള്ള അൽഗോരിതം ഉപയോഗിച്ചാണ് നമ്മൾ ഈ ക്യൂബ് ഇവിടെ സോൾവ് ആക്കുന്നത്. ഓരോരു ഘട്ടം ഘട്ടമായിട്ട് സോൾവ് ആക്കുന്നത് പറഞ്ഞിരുന്നത്. നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് രണ്ട് ലെയർ സോൾവ് ആക്കുന്ന ഇതാണ് നമ്മൾ പറയാൻ പോകുന്നത്. മൂന്നാമത്തെ ലെയർ കുറച്ച് ടഫാണ്. അപ്പോൾ മൂന്നാമത്തെ ലെയർ അടുത്ത വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും അൽഗോരിതത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. നിങ്ങളിത് എന്താ പറയുക, ഡെയിലി ഇത് ഇതേപോലെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 2-3 ദിവസം കൊണ്ട് നിങ്ങൾക്കിത് സോൾവ് ആക്കാൻ പഠിക്കാം. മാക്സിമം ഒരു 5 ദിവസം. അപ്പോൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കണ്ടിന്യൂസ് ആയിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരുന്നാൽ ഒരു 1 മിനിറ്റിന് ഉള്ളിൽ നിങ്ങൾക്ക് സോൾവ് ആക്കാൻ പറ്റും. ഞാൻ തന്നെ ഒരു 1 മിനിറ്റിനുള്ളിൽ 30 സെക്കൻഡിനുള്ളിൽ വരെ ഇത് സോൾവ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഇത് പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്കും ഇത് ചെയ്യാൻ പറ്റുന്നതിലും വലിയ കാര്യമൊന്നുമല്ല. അപ്പോൾ തുടർന്നും ഇതേപോലത്തെ റുബിക്സ് ക്യൂബ് സോൾവ് ആക്കുന്ന കാര്യങ്ങളും ട്രയാങ്കിൾ ആയാലും വേറെ ഏതെങ്കിലും ക്യൂബ് ആയാലും സോൾവ് ആക്കുന്ന വീഡിയോസും കാര്യങ്ങളും നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ റുബിക്സ് ക്യൂബ് സോൾവ് ആക്കുന്നതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ് എത്ര വശമുണ്ടെന്നും അതേപോലെ തന്നെ ഇതിൻ്റെ അൽഗോരിതം. ഈ ഒരു വീഡിയോക്ക് നിങ്ങൾക്ക് അൽഗോരിതം കാര്യങ്ങൾ ആവശ്യമില്ല. നിങ്ങൾ മാക്സിമം നിങ്ങളെ മെയിൻഡ് വെച്ചിട്ട് തന്നെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ലാസ്റ്റ് ലെയർ സോൾവ് ആക്കുമ്പോൾ മാത്രം അൽഗോരിതം യൂസ് ചെയ്യാൻ നോക്കാം. അതാണ് നിങ്ങൾക്ക് നല്ലത്. ഓക്കെ, അപ്പോൾ അൽഗോരിതം കാര്യം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ ഫേസ് ചെയ്ത് നിൽക്കുന്ന ഭാഗം, ഇപ്പോൾ ഈ റെഡ് ഇത് നമ്മളെ ഫേസ് ചെയ്താണ് നിൽക്കുന്നത്. നമ്മൾ മുഖത്തോട് ഫേസ് ചെയ്ത് നിൽക്കുന്ന ഭാഗം ഫ്രണ്ട് എന്നാണ് പറയൽ. അപ്പം അതിൻ്റെ ഷോർട്ടാണ് എഫ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ക്ലോക്ക് വൈസ് തിരിക്കൽ. ഓക്കെ, വലത്തോട്ട് ഇങ്ങനെ ക്ലോക്ക് വൈസ് തിരിക്കുന്നതിനാണ് എഫ് എന്ന് പറയുന്നത്. എഫ് ഡാഷ് എന്ന് പറയുന്നത് ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് തിരിക്കുന്നതാണ്. ഓക്കെ, ഇത് എഫ് ഡാഷ്, ഇത് എഫ്, ഇത് എഫ് ഡാഷ്. ഓക്കെ, ഇനി ഈ മുകളിലുള്ള ഭാഗമാണ് അപ്പ്. ഓക്കെ, ഇത് ക്ലോക്ക് വൈസ് ഇങ്ങനെ തിരിക്കുന്നതിനാണ് യു എന്ന് പറയുന്നത്. ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് തിരിക്കുന്ന യു ഡാഷ് എന്ന് പറയുന്നത് ഇങ്ങനെ. ഓക്കെ, യു ഡാഷ് എന്ന് പറഞ്ഞാൽ ആൻറ്റി ക്ലോക്ക് വൈസ് തിരിക്കുന്നത്. ഓക്കെ, ഇത് യു, ഇത് യു ഡാഷ്, ഇത് യു. ഇനി U2 എന്ന് പറയുന്നുണ്ടെങ്കിൽ ഞാൻ ഇത് അപ്പ്, അതായത് മുകളിലത്തെ ലെയർ 2 പ്രാവശ്യം ക്ലോക്ക് വൈസ് ഇരിക്കുന്നതാണ് U2 എന്ന് പറയുന്നത്. അതേപോലെ തന്നെ U-2 എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് 2 പ്രാവശ്യം തിരിക്കുന്നത്. പിന്നെ ഇത് റൈറ്റ് സൈഡ്, ഇത് ലെഫ്റ്റ് സൈഡ്. ഇത് റൈറ്റ് സൈഡ് ലെയറാണ്. അപ്പോൾ റൈറ്റ് സൈഡ് തിരിക്കണമെങ്കിൽ R എന്നാണ് പറയില്ല. റൈറ്റ് സൈഡ് ക്ലോക്ക് വൈസ് ഇരിക്കുന്നത്. ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് ഇരിക്കുന്നതിന് R ഡാഷ് എന്ന് പറയും. അതേപോലെ തന്നെ L ക്ലോക്ക് വൈസ് ഇരിക്കുന്നതിന് L എന്നും, അതേപോലെ തന്നെ L ആൻറ്റി ക്ലോക്ക് വൈസ് ഇരിക്കുന്നതിന് L ഡാഷ് എന്നും പറയും. ഇത് L ഡാഷ്, ഇത് L, ഇത് R, ഇത് R ഡാഷ്, ഇത് F, ഇത് F ഡാഷ്, ഇത് U ഡാഷ്. അതേപോലെ തന്നെ അടിയത്തേനെ ഡൗൺ എന്ന് പറയില്ലേ, ഇത് D ഡാഷ്. ഓക്കെ, D ഡാഷ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് ആൻറ്റി ക്ലോക്ക് വൈസ്, D എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടും. അതേപോലെ തന്നെ ഈ ബാക്ക് വശം, ഇപ്പോൾ ഓറഞ്ച് ഇതിൻ്റെ ബാക്കാണ്. അപ്പോൾ ബാക്ക് വശം ക്ലോക്ക് വൈസ് ഇരിക്കുന്നതിന് B എന്ന് പറയും, ആൻറ്റി ക്ലോക്ക് വൈസ് ഇരിക്കുന്നതിന് B ഡാഷ് എന്ന് പറയും. ഇതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള അൽഗോരിതം വരുന്നത്. അപ്പോൾ ഈ അൽഗോരിതം നിങ്ങൾക്ക് 3rd ലെയർ സോൾവ് ആക്കുമ്പോൾ അതേപോലെ തന്നെ പിന്നീട് സ്പീഡിൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് അൽഗോരിതം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. അപ്പോൾ അൽഗോരിതം എല്ലാവരും ശ്രദ്ധിക്കാം. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ റുബിക്സ് ക്യൂബ് സോൾവ് ആക്കുമ്പോൾ ആദ്യം ശ്രദ്ധിക്കണം, ഇതിന് 6 വശങ്ങളാണ് ഉള്ളത്. ഓക്കെ, അതേപോലെ തന്നെ ഇതിൻ്റെ സെൻറ്റർ ക്യൂബ് ഒരിക്കലും ചേഞ്ച് ആവില്ല. ഇപ്പം ഈ വൈറ്റ് സെൻറ്ററിൻ്റെ നേരെ ഓപ്പോസിറ്റ് എപ്പോഴും യെല്ലോ ആയിരിക്കും. അതേപോലെ തന്നെ ഈ ബ്ലൂവിൻ്റെ നേരെ ഓപ്പോസിറ്റ് എപ്പോഴും ഗ്രീൻ ആയിരിക്കും. അതേപോലെ റെഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് എപ്പോഴും ഓറഞ്ച് ആയിരിക്കും.
ഇത് ആദ്യം ശ്രദ്ധിക്കുക. ഇത് യാതൊരു കാരണവശാലും നിങ്ങൾ മറക്കാൻ പാടില്ല. ഇതാണ് ഇതിൻ്റെ ബേസിക്. അപ്പോൾ ഇത് സോൾവ് ആക്കാൻ ആദ്യത്തെ 2 ലെയർ സോൾവ് ആക്കാൻ ഇക്വേഷനും കാര്യങ്ങളും നിങ്ങൾ അൽഗോരിതമൊന്നും പഠിക്കണ്ട. നിങ്ങളെ മൈൻഡിൽ തോന്നുന്ന കണക്ക് ഏറ്റവും സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അധിക പ്രൊഫഷൻസും ആരായാലും അധികം ആളും സോൾവ് ആക്കുന്നത് ആദ്യം വൈറ്റാണ്. വൈറ്റും ഇല്ലെങ്കിൽ യെല്ലോ. നമുക്കിതിൽ യെല്ലോ എടുക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചാൽ യെല്ലോ ക്രോസ് ആക്കാൻ വേണ്ടത്. ഈ ഒന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ യെല്ലോ ആദ്യം ഇതേപോലൊരു പ്ലസ് ചിഹ്നത്തിലാക്കാൻ വേണ്ടത്. അപ്പോൾ നിങ്ങളെ മൈൻഡിൽ തോന്നുന്ന കണക്ക് നിങ്ങൾക്ക് എങ്ങനെയാണോ സോൾവ് ആക്കാൻ പറ്റുന്നത് അതേപോലെ സോൾവ് ആക്കാം. ഇല്ലെങ്കിൽ ഒരു ടിപ്പ് പറഞ്ഞുതരാം, അതേപോലെ സോൾവ് ആക്കാം. അപ്പോൾ യെല്ലോൻ്റെ ക്രോസ് വരുത്തിക്കാനായിട്ട് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചാൽ നേരെ ഓപ്പോസിറ്റ് കളർ എടുക്കുക. ഈ വൈറ്റ് എടുക്കുക. ഈ വൈറ്റിൻ്റെ 4 സൈഡും, അതായത് ഇപ്പോൾ ഈ യെല്ലോ ഇല്ല പോലെ ഇവിടെയും 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 യെല്ലോ കൊണ്ടുവരാം. അപ്പോൾ നമുക്ക് അവിടെ യെല്ലോ കൊണ്ടുവരാം. ഇനി ഇക്വേഷനും കാര്യങ്ങളൊന്നുമില്ല, നിങ്ങൾ നേരെ ചിന്തിച്ചിട്ട് ചെയ്താൽ മതി. ഇപ്പോൾ ഞാൻ ഇവിടെ ഒരു യെല്ലോ കൊണ്ടുവന്ന് പിന്നെ ഒരു യെല്ലോ ഈ സൈഡിലുണ്ട്, അത് ഞാൻ നേരെ മുകളിലേക്കാക്കി. പിന്നെ അടുത്ത യെല്ലോ ഇല്ലത് വെച്ചാൽ ഇവിടെയാണ്. ഇവിടെ ഇല്ലത് മുകളിലേക്ക് കൊണ്ടുവരാനായിട്ട് ഞാൻ ആദ്യം ഇങ്ങനെ തിരിച്ചു, പിന്നെ ഇത് ഇങ്ങനെ തിരിച്ചു, പിന്നെ ഇങ്ങനെ തിരിച്ചു, പിന്നെ ഇങ്ങനെ തിരിച്ചു. നിങ്ങളെ മൈൻഡിൽ എങ്ങനെയാണെന്ന് തോന്നുന്നു അതേപോലെ കൊണ്ടുവന്നാൽ അത് ഇക്വേഷനും കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഈ വൈറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ് കളറ് യെല്ലോ ആണ്. ഓക്കെ, അപ്പോൾ വൈറ്റിൻ്റെ ചുറ്റിലും നമ്മൾ 4 മാച്ച് ആക്കിയിട്ടുണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചാൽ ഈ യെല്ലോൻ്റെ ഈ മുകളിലെ യെല്ലോൻ്റെ സൈഡത്തെ കളർ മാച്ച് ആക്കാം. ഇപ്പോൾ ഇവിടെ ഗ്രീനാണ്, യെല്ലോവും ഗ്രീനും ആണുള്ളത്. അപ്പോൾ മുകളിലത്തെ ലെയർ ഇങ്ങനെ പിടിച്ചിട്ട് അടിയത്തെ 2 തിരിക്കാം. അപ്പോൾ അത് മാച്ചാവും. ഇപ്പോൾ ഇത് ഗ്രീനിന് മാച്ചായിട്ടുണ്ട്. ഗ്രീനിന് മാച്ചായി കഴിഞ്ഞാൽ നിങ്ങളിത് നേരെ 360 ഡിഗ്രിയിലേക്ക് തിരിക്കാം. അതായത് നേരെ താലോട്ടേക്ക് തിരിച്ചു വെക്കാം. ഇപ്പം ഇവിടെ യെല്ലോ മാച്ചായി, ഇവിടെ പച്ചയും മാച്ചായി. അതേപോലെ അടുത്ത കളറും അതേപോലെ തിരിക്കാം. ഇപ്പോൾ ഇവിടെ ബ്ലൂ ആണുള്ളത്, അടിയത്തെ 2 ലെയർ തിരിച്ചിട്ട് ബ്ലൂ മാച്ചാക്കാം. മാച്ചാക്കിയതിന് ശേഷം 360 ഡിഗ്രിയിൽ നേരെ താലോട്ടേക്ക് തിരിക്കാം. ഓക്കെ, അതേപോലെ തന്നെ അടുത്ത കളറും മാച്ചാക്കി. ഇപ്പം യെല്ലോൻ്റെ നേരെ ഓപ്പോസിറ്റ് ഓറഞ്ചാണ്, മുകളിലത്തെ ലെയർ പിടിക്കുക, ഓറഞ്ച് മാച്ചാക്കുക, നേരെ 360 ഡിഗ്രിയിലേക്ക് താലോട്ട് തിരിക്കാം. അടുത്ത കളർ അതേപോലെ തന്നെ റെഡാണ് സൈഡിലുള്ളത്, റെഡ് നടുക്ക് മാച്ചാക്കുക, മാച്ചാക്കിയതിന് ശേഷം നേരെ 360 ഡിഗ്രിയിലേക്ക് താലോട്ട് തിരിക്കാം. അപ്പോൾ നിങ്ങൾക്കിവിടെ യെല്ലോൻ്റെ പ്ലസ് കിട്ടും. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, യെല്ലോൻ്റെ പ്ലസ് മുകളിൽ കിട്ടി. അതേപോലെ തന്നെ ഈ യെല്ലോൻ്റെ സൈഡത്തെ കളറും മാച്ചായി. ഓക്കെ, ഇവിടെയും മാച്ചായിട്ടുണ്ട്, ഇവിടെയും മാച്ചായിട്ടുണ്ട്, 4 കളറും മാച്ചായിട്ടുണ്ട്. ഇതേപോലെ മാച്ചായി കഴിഞ്ഞാൽ നിങ്ങൾ നേരെ ചെയ്യേണ്ടത് വെച്ചാൽ അത് അടിവശത്ത് പിടിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ക്യൂബിൻ്റെ എപ്പോൾ ഒരു സൈഡ് ഉണ്ട്, ഇത് ഫ്രണ്ടാണ്, അതേപോലെ തന്നെ ഇത് അപ്പാണ്. ഓക്കെ, അതേപോലെ തന്നെ ഇത് ഡൗൺ ആണ്, ഇത് റൈറ്റ് സൈഡ്, ഇത് ലെഫ്റ്റ് സൈഡ്. അപ്പോൾ ഇക്വേഷൻ വരുമ്പം യു എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, ക്ലോക്ക് വൈസ് മുകളിലത്തെ ലെയർ ക്ലോക്ക് വൈസ് തിരിക്കുന്നതാണ് യു. അതേപോലെ തന്നെ ആർ എന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡത്തെ ലെയർ ക്ലോക്ക് വൈസ് തിരിക്കുന്നതാണ് ആറ്. എൽ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റത്തെ ലെയർ ക്ലോക്ക് വൈസ് തിരിക്കുന്നതാണ് എൽ. അതേപോലെ തന്നെ ഡി എന്ന് പറഞ്ഞാൽ അടിയത്തെ ലെയർ ക്ലോക്ക് വൈസ് തിരിക്കുന്നതാണ്. അപ്പോൾ അത് ആദ്യം പഠിക്കാം. അത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ ആവശ്യം വരുന്നില്ല, 3ാമത്തെ സ്റ്റെപ്പ് ചെയ്യുമ്പോൾ മാത്രമേ ആവശ്യം വരുന്നുള്ളൂ. അതായത് 3ാമത്തെ ലെയർ അത് അടുത്ത വീഡിയോയിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ പ്ലസ് കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങൾ സോൾവ് ആക്കേണ്ടത് വെച്ചാൽ ഈ 4 കോർണറുകളാണ് സോൾവ് ആക്കേണ്ടത്. ഈ 4 കോർണർ സോൾവ് ആക്കാനായിട്ട് ആദ്യം നിങ്ങൾ മുകളിലത്തെ ലെയറിൽ യെല്ലോ ഇല്ല ക്യൂബ് എടുക്കാം. ഇപ്പോൾ മുകളിൽ ഇവിടെ ഒരു യെല്ലോ ഇല്ല ക്യൂബ് ഉണ്ട്, ഒരു കോർണർ പൊസിഷൻ ഇവിടെ ഉണ്ട്. അപ്പം ഈ യെല്ലോൻ്റെ നേരെ ഇപ്പുറത്തെ സൈഡ് കളറ് മാച്ച് ആക്കാം. ഇങ്ങനെ സെൻറ്ററത്തേന് മാച്ചാക്കി വെക്കാം. ഈ യെല്ലോ കളറിൻ്റെ ഇപ്പുറത്തെ കളറ് സെൻറ്ററത്തേന് മാച്ചാക്കി വെക്കാം. മാച്ചാക്കിയതിന് ശേഷം ഈ യെല്ലോ കളർ നിങ്ങൾ ഫേസ് ചെയ്ത് പിടിക്കാം. ഓക്കെ, ഫേസ് ചെയ്ത് പിടിച്ചതിന് ശേഷം മുകളിലത്തത് വലത്തോട്ട് തിരിക്കുക, ലെഫ്റ്റ് സൈഡത്തത് മുകളിലോട്ട് തിരിക്കുക. അതിനുശേഷം അത് ഉണ്ടായ പൊസിഷനിലേക്ക് തന്നെ കൊണ്ടുവരാം. പൊന്തിച്ച സാധനം അതേപോലെ താക്കാം. അപ്പോൾ ഇത് താലോട്ട് വന്നിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി ഇക്വേഷനും കാര്യമൊന്നുമില്ല, ഞാൻ പറയുന്നത് 2-3 വട്ടം റിപ്പീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ മുകളിലത്തെ ലെയറിൽ അടുത്ത യെല്ലോ എവിടെ ഉണ്ട് നോക്കാം.
ഇവിടെ ഇപ്പോൾ ഒരു യെല്ലോ ഉണ്ട്, അത് മുകളിലത്തെ ഇലയില്ല, നമുക്ക് ഈ സൈഡിൽ കിട്ടണം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ജസ്റ്റ് ഈ ലെയറിലെടുത്ത് കൊണ്ടുവന്ന് വെച്ചിട്ട് ഇത് ജസ്റ്റ് ഒന്ന് പൊക്കിയിട്ട് രണ്ടുകൂട്ടം തിരിച്ചിട്ട് താത്താൽ മതി. അപ്പോൾ മുകളിൽ ഇപ്പോൾ നിങ്ങൾക്കൊരു യെല്ലോ കിട്ടിയിട്ടുണ്ട്. ഈ യെല്ലോൻ്റെ ഓപ്പോസിറ്റ് കളർ നോക്കാം, അത് സെൻറ്ററായിട്ട് മാച്ച് ചെയ്യുക. ഇപ്പോൾ ഇവിടെ സെൻറ്ററായിട്ട് മാച്ച് ചെയ്തിട്ടുണ്ട്. മാച്ച് ചെയ്തതിന് ശേഷം യെല്ലോ ഫേസ് ചെയ്ത് പിടിക്കുക, യെല്ലോ കളർ. അപ്പോൾ യെല്ലോ കളർ ഇങ്ങനെ ഫേസ് ചെയ്ത് പിടിക്കുക. ഫേസ് ചെയ്ത് പിടിച്ചതിന് ശേഷം നിങ്ങൾക്കിത് ഇടത്തെ സൈഡിലേക്കാണ് കൊണ്ടുവരേണ്ടത്. അപ്പോൾ ഫേസ് ചെയ്ത് പിടിച്ചതിന് ശേഷം മുകളിലത്തെ ലെയർ വലത്തോട്ട് തിരിക്കുക. നിങ്ങൾക്ക് ഇടത്തെ സൈഡ് താഴെ കൊണ്ടുവരുന്നതുകൊണ്ട് ഇടത്തെ സൈഡ് മുകളിലേക്ക് പൊന്തിക്കുക. അതിനുശേഷം റൈറ്റ് സൈഡ് മുകളിലത്തത് ഉണ്ടായ പൊസിഷനിൽ തന്നെ കൊണ്ടുവരാം, പിന്നെ ഇടത്തെ സൈഡത്ത് ഉണ്ടായ പൊസിഷനിലേക്ക് തന്നെ കൊണ്ടുപോകാം. അപ്പോൾ ഇതും താഴോട്ട് വന്നിട്ട് നിങ്ങൾക്ക് കാണാം. ഇനി അടുത്ത മുകളിൽ ഏതാ ഇല്ലേ നോക്കാം. മുകളിൽ ഇപ്പോൾ ഒന്നുമില്ല, ഇവിടെ ഒന്നുണ്ട്. ഇവിടെ ഉണ്ടായതുകൊണ്ട് മുകളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇത് ജസ്റ്റ് ഒന്ന് പൊക്കുക, അതിനുശേഷം ഒന്ന് വലത്തോട്ട് തിരിക്കുക, ഇത് താക്കാം. അപ്പോൾ ഇത് മുകളിലേക്ക് വന്നിട്ട് കാണാൻ പറ്റും. ഇനി അതേപോലെ നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. ഈ യെല്ലോൻ്റെ ഓപ്പോസിറ്റ് കളറ് ബ്ലൂ ആണ്, ബ്ലൂവും സെൻ്ററത്തതും മാച്ച് ആക്കാം. രണ്ട് തിരിച്ചിട്ട് ഇപ്പം ബ്ലൂവും സെൻ്ററത്തതും മാച്ചായിട്ടുണ്ട്. ഇത് മാച്ചായി കഴിഞ്ഞതിന് ശേഷം യെല്ലോ ഫേസ് ചെയ്ത് പിടിക്കുക. ഫേസ് ചെയ്ത് പിടിച്ചതിന് ശേഷം മുകളിലത്തത് വലത്തോട്ട് തിരിക്കുക. വലത്തോട്ട് തിരിച്ചതിന് ശേഷം ഇടത്തെ സൈഡിലേക്കാണ് നമുക്ക് കൊണ്ടുവരേണ്ടത്. അപ്പോൾ ഇടത്തെ സൈഡത്തത് മുകളിലോട്ട് പൊന്തിക്കുക. ഇതിപ്പം നോർമലായിട്ട് ഉണ്ടായ പോലെ തന്നെ വെക്കുക. സോൾവ് ആയിട്ടുണ്ട്. സോൾവ് ആയതിനു ശേഷം ഈ ഇടത്തെ സൈഡത്ത് താഴോട്ട് കൊണ്ടുപോകാം. അപ്പം അതും താഴോട്ട് വന്നിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി മുകളിൽ അടുത്ത യെല്ലോ കളർ നോക്കാം. ഇവിടെയാണ് യെല്ലോ ഉള്ളത്. ഇനി ലാസ്റ്റ് ഒന്ന് മാത്രമേ നമുക്ക് സോൾവ് ചെയ്യാനുള്ളൂ. അതിൻ്റെ നേരെ മുകളിൽ ഇത് കൊണ്ടുവെക്കാം. മുകളിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. അതിനുശേഷം ഒന്ന് റേറ്റ് പൊന്തിച്ചിട്ട് ഇത് ഈ ലെയറിലേക്ക് എത്തിക്കാം. ഈ ലെയറിലേക്ക് എത്തിച്ചാൽ മാത്രമേ നമുക്ക് ആ ഒരു ഇക്വേഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനിയിപ്പോൾ നോർമൽ കണക്കെ തന്നെ ഈ യെല്ലോൻ്റെ ഇപ്പുറത്തെ കളർ നോക്കാം. ഗ്രീനാണ്, ഗ്രീനും സെൻ്ററത്തതും മാച്ചാക്കാം. മാച്ചാക്കിയതിന് ശേഷം ഇതേപോലെ മാച്ചാക്കിയതിന് ശേഷം യെല്ലോ ഫേസ് ചെയ്ത് പിടിക്കുക. ഫേസ് ചെയ്തതിന് പിടിച്ചതിന് ശേഷം മുകളിലത്തത് വലത്തോട്ട് തിരിക്കുക. ഇടത്തെ സൈഡേക്കാണ് കൊണ്ടുവരേണ്ടത്. അപ്പോൾ ഇടത്തെ സൈഡ് പൊക്കുക. എന്നിട്ട് ഇത് സോൾവ് ചെയ്യുക. സോൾവ് ചെയ്തതിന് ശേഷം ഇത് താഴോട്ടേക്ക് തന്നെ താക്കാം. അപ്പോൾ നിങ്ങൾക്കിത് യെല്ലോ സോൾവ് ആയിട്ട് കാണും. ഇനി നിങ്ങൾക്കിത് റൈറ്റ് സൈഡേക്കാണ് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ നിങ്ങൾ ഇപ്പോൾ ഇതാ യെല്ലോൻ്റെ ഓപ്പോസിറ്റ് കളർ ബ്ലൂ മാച്ചാക്കുക. മാച്ചാക്കിയതിന് ശേഷം ഇത് റൈറ്റ് സൈഡ് ഫേസ് ചെയ്ത് പിടിക്കുക. ഇതിന് നേരെ മുകളിലായിട്ട് ഫേസ് ചെയ്ത് പിടിച്ചതിന് ശേഷം മുകളിലത്തത് ഇടത്തോട്ട് തിരിക്കുക. റൈറ്റ് സൈഡ് കൊണ്ടുവരാനുള്ളതുകൊണ്ട് റൈറ്റ് സൈഡ് പൊന്തിക്കുക. ഇത് സോൾവ് ആക്കുക. നിങ്ങൾ എങ്ങനെ തിരിച്ചാലും ഇത് സോൾവ് ആകുമ്പം, ഇതിപ്പോൾ യെല്ലോ ഇവിടെ സോൾവ് ആകുമ്പം ഇത് താഴോട്ട് തിരിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് യെല്ലോ ഇതേപോലെ സോൾവ് ആയിട്ട് കിട്ടും. ഇതാണ് ഒന്നാമത്തെ ലെയർ. അപ്പോൾ ഒന്നാമത്തെ ലെയർ ഇപ്പോൾ ഇവിടെ സോൾവ് ആയിട്ടുണ്ട്. മുകളിൽ മൊത്തം സോൾവ് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ മൊത്തം ഓറഞ്ചും ഒരു ഷേപ്പ്, ചെറിയൊരു ഷേപ്പ് വന്നിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഇവിടെയും ചെറിയൊരു ഷേപ്പ് വന്നിട്ടുണ്ട്. ഇതെല്ലാം സോൾവ് ആയിട്ടില്ല. ഫസ്റ്റ് ലെയർ കംപ്ലീറ്റ്ലി സോൾവ് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ സെൻറ്റർ ക്യൂബും ഇവിടെ സോൾവ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് നേരെ ഡൗൺ ആയിട്ട് പിടിക്കുക, താഴെ പിടിക്കുക. താഴെ പിടിച്ചതിന് ശേഷം അടുത്ത് നമുക്ക് ഈ സെൻറ്ററത്തെ ലെയറാണ് സോൾവ് ആക്കേണ്ടത്. സെൻറ്ററത്തെ ലെയർ സോൾവ് ആക്കാൻ ഒരു ഇക്വേഷൻ പറഞ്ഞു. ഇക്വേഷൻ ഒന്നുമില്ല, ഇതും സിമ്പിളായിട്ടുള്ള മെത്തേഡാണ്. നിങ്ങൾ ഓർമ്മിച്ചെടുത്ത് യൂസ് ചെയ്യാം. അപ്പോൾ ഈ സെൻറ്ററത്തെ ലെയറിൽ ഒരിക്കലും യെല്ലോ കളർ വരില്ല. കാരണം എന്ന് വെച്ചാൽ യെല്ലോ ഡൗണിലുള്ളതാണ്. അതേപോലെ തന്നെ വൈറ്റ് കളറും വരില്ല. വൈറ്റ് മുകളിൽ വരേണ്ടതാണ്. ഈ സെൻറ്ററിൽ ഒരിക്കലും വൈറ്റും യെല്ലോവും വരില്ല. അത് ആദ്യം ശ്രദ്ധിക്കാം. അപ്പോൾ മുകളിൽ നമുക്ക് വൈറ്റ് ഇല്ലാത്ത ഒരു ക്യൂബ് ഏതില്ലേ നോക്കാം. ഇതിപ്പം ഇതിന് വൈറ്റ് ഉണ്ട്, വൈറ്റ് റെഡാണ്. ഇതൊരിക്കലും സെൻറ്ററിൽ വരില്ല. അപ്പോൾ ഇത് വരും. ഇതിപ്പം റെഡും ഗ്രീനുമാണ്, അത് വരും. അതേപോലെ തന്നെ ബ്ലൂവും റെഡും ആണുള്ളത്. ബ്ലൂവും റെഡും സെൻറ്ററിൽ വരേണ്ട ക്യൂബാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ബ്ലൂവും റെഡും ഉള്ളത് എടുക്കാം. ഇവിടെ റെഡാണ് ഉള്ളത്. അപ്പോൾ റെഡും ഈ സെൻറ്ററത്തെ ക്യൂബും മാച്ചാക്കാം. ഓക്കെ, ഇപ്പം റെഡും സെൻറ്ററത്തെ ക്യൂബും മാച്ചാക്കി. അപ്പോൾ ഇതിങ്ങനെ റെഡ് മാച്ചായിട്ടുണ്ട്. ഈ സൈഡിലേക്കാണ് ഇത് കൊണ്ടുവരേണ്ടത്. അപ്പോൾ ഇവിടെ റെഡും ഇവിടെ ബ്ലൂ ആണ് വരേണ്ടത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്യേണ്ടത് എന്ത് വെച്ചാൽ ഇതിപ്പം വലത്തെ സൈഡിലേക്കാണ് കൊണ്ടുവരേണ്ടത്. അപ്പം മുകളിലത്തത് ഇടത്തോട്ട് തിരിക്കുക, വലത് സൈഡ് മുകളിലോട്ട് തിരിക്കുക. അതിനുശേഷം
ആ വലത്തോട്ട് തിരിച്ചത് അതേപോലെ കൊണ്ടുവരാം. അതിനുശേഷം ഈ വലത് സൈഡിലത് താക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടും. ഇപ്പോൾ ഇവിടെ ഒരു ക്യൂബ് കോളായിട്ട് കിടക്കുന്നുണ്ട്. അപ്പം നേരെ നിങ്ങൾ നേരത്തെ ചെയ്ത കണക്കെ യെല്ലോ ഫേസ് ചെയ്ത് പിടിക്കുക. ഫേസ് ചെയ്ത് പിടിച്ചതിന് ശേഷം വലത്തോട്ട് തിരിക്കുക, ഇത് പൊക്കുക, സോൾവ് ചെയ്യുക, താക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ ഒരു ലെയറും സോൾവ് ആയിട്ടുണ്ട്, അതേപോലെ തന്നെ ഇതും സോൾവ് ആയിട്ടുണ്ട്. അപ്പോൾ അതേപോലെ ഒന്നും കൂടി ചെയ്ത് നോക്കി. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, കൺഫ്യൂഷനും കാര്യങ്ങളും ഉണ്ടാവും, സ്വാഭാവികമാണ്. അപ്പോൾ അടുത്തതായിട്ട് ഈ ഒരു ലെയർ എടുക്കാൻ പറ്റി. ഇതിൽ വൈറ്റ് ഇല്ല, അപ്പോൾ ഇത് സെൻറ്ററിലേക്ക് വരേണ്ടതാണ്. ഇപ്പം ബ്ലൂവും ഓറഞ്ചാണെന്നുള്ളത്, ഓറഞ്ച് മാച്ച് ആക്കുക, സെൻറ്ററത്തത് ഓറഞ്ച് മാച്ച് ആക്കുക. മാച്ച് ആക്കിയതിന് ശേഷം ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ ഇത് വരേണ്ടത് ചെക്ക് ചെയ്യാം. ഇതിപ്പം ബ്ലൂ ആണ്, റൈറ്റിലേക്കല്ല ബ്ലൂ വരേണ്ടത്, ലെഫ്റ്റിലേക്കാണ് വരേണ്ടത്. ഇവിടെ ബ്ലൂവും ഇവിടെ ഓറഞ്ചുമാണ് വരേണ്ടത്. അപ്പോൾ ഇത് ലെഫ്റ്റിലേക്ക് വരേണ്ട കീ ആയതുകൊണ്ട് മുകളിലത്തത് റൈറ്റിലേക്ക് തിരിക്കാം, ഇടത്തെ സൈഡ് മുകളിലേക്ക് തിരിക്കാം, മുകളിലത്തത് ലെഫ്റ്റ് സൈഡിലേക്ക് തിരിക്കാം. അതിനുശേഷം ഇടത്തെ സൈഡത്തെ നോർമൽ കണക്ക് താഴോട്ട് തിരിക്കാം. അപ്പോൾ ഇവിടെ ഒന്ന് ഷഫിളായിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ഇക്വേഷൻ കണക്ക് യെല്ലോ ഫേസ് ചെയ്ത് പിടിക്കുക. ഫേസ് ചെയ്തതിന് പിടിച്ചതിന് ശേഷം ഇടത്തോട്ട് തിരിക്കുക, മുകളിലോട്ട് വലത്തെ സൈഡത്ത് തിരിക്കുക, അത് അതേപോലെ സോൾവ് ചെയ്യുക, ഇത് താഴോട്ട് തിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടുത്തതും സോൾവായി, താഴത്തതും സോൾവായി. അടുത്തതായിട്ട് നമ്മൾ എടുക്കാൻ പോകുന്നത് ഇതാണ്. ഇതിലും വൈറ്റ് ഇല്ല, വൈറ്റ് ഇല്ലാത്ത ലെയറാണ് നമ്മൾ എടുക്കുന്നത്. പി ക്യൂബിലും വൈറ്റ് കളറില്ല. അപ്പം നേരെ നമ്മൾ ഇതിൻ്റെ റെഡ് കളറാണ് ഇതിൻ്റെ സൈഡിലുള്ളത്. റെഡ് കളർ സെൻറ്ററത്തേന് മാച്ച് ആക്കാം. അപ്പോൾ ഇത് മാച്ചായിട്ടുണ്ട്, റെഡ് കളർ സെൻറ്ററത്തേന് മാച്ചായിട്ട് നിൽക്കുന്നുണ്ട്. ഇത് വരേണ്ടത് റൈറ്റ് സൈഡിലേക്കല്ല, റൈറ്റ് സൈഡ് ഓൾറെഡി സോൾവ് ആയിട്ടുണ്ട്. ഇത് ലെഫ്റ്റ് സൈഡിലേക്കാണ് വരേണ്ടത്. ഇവിടെ റെഡും ഇവിടെ ഗ്രീനുമാണ് വരേണ്ടത്. അപ്പോൾ ഇത് ലെഫ്റ്റ് സൈഡിലേക്ക് വരേണ്ടതായതുകൊണ്ട് മുകളിലത്തത് അപ്പ് വലത്തോട്ട് തിരിക്കുക, അതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡത്തത് മുകളിലോട്ട് തിരിക്കുക. അതിനുശേഷം വലത്തെ സൈഡത്തത് നോർമൽ കണക്ക് ഉണ്ടായ സ്ഥലത്ത് വെക്കുക, ഇടത്തെ സൈഡത്തത് അതേപോലെ താക്കാം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നോർമൽ ഫസ്റ്റ് ചെയ്ത കണക്ക് യെല്ലോ ഫേസ് ചെയ്ത് പിടിക്കുക. ഫേസ് ചെയ്ത് പിടിച്ചതിന് ശേഷം ഇത് മുകളിൽ നിന്ന് മാറ്റുക, അതിനുശേഷം റൈറ്റ് സൈഡ് പൊക്കുക, ഇത് അതേപോലെ സോൾവ് ചെയ്യുക. സോൾവ് ചെയ്തതിന് ശേഷം താഴോട്ട് കൊണ്ടുവരാം. അപ്പോൾ ഇതും സോൾവായി, ഈ താഴത്തതും സോൾവായി. ഇനി നമുക്ക് വെള്ളമില്ലാത്ത വേറൊരു ലെയർ നോക്കാം. ഇതും വെള്ളമുണ്ട്, ഇതും വെള്ളമുണ്ട്, ഇതും വെള്ളമുണ്ട്. അപ്പം മുകളിൽ ഒരു ലെയറും വെള്ളമില്ലാത്തില്ല. അപ്പം ഇത് ഇവിടെയാണ് ഉള്ളത്. ഇത് ഓൾറെഡി സോൾവായിട്ടാണ് ഉള്ളത്, കളർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടാണ് ഉള്ളത്. ഇപ്പോൾ ഇവിടെ ഓറഞ്ച് വരേണ്ടതാണ്, ഇവിടെ ഗ്രീൻ വരേണ്ടതാണ്, നേരെ തിരിച്ചാണ് ഉള്ളത്. അപ്പോൾ ഇതിന് വലിയ ഇക്വേഷൻ ഉണ്ട്. ഇപ്പോൾ ഇക്വേഷൻ നിങ്ങൾ പഠിക്കണ്ട, ബിഗിനേഴ്സ് ടൈമിൽ ഇത് ആദ്യം നിങ്ങൾ മുകളിലേക്ക് കൊണ്ടുവരാം. ഇതേ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് മുകളിലത്തത് വലത്തോട്ട് തിരിക്കുക, ഇടത്തെ സൈഡ് വലത്തെ സൈഡത്തെ പൊന്തിക്കുക, മുകളിലത്തത് സോൾവ് ആക്കുക, അതേപോലെ താത്ത് വെക്കുക. അതിനുശേഷം യെല്ലോ ഫേസ് ചെയ്ത് പിടിക്കുക, ഈ യെല്ലോ ഇതേപോലെ സോൾവ് ചെയ്യുക. മുകളിലത്തത് വലത്തോട്ട് തിരിക്കുക, അടുത്ത സൈഡത്ത് മുകളിലോട്ട് തിരിക്കുക, സോൾവ് ചെയ്യുക, താക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം ആ ഒരു സാധനം മുകളിലത്തെ ലെയറിലേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഇത് സെൻറ്ററത്തെ ക്യൂബിന് മാച്ചാക്കാം. ഓറഞ്ച് സെൻറ്ററത്തെ ക്യൂബിന് മാച്ചാക്കാം. മാച്ചാക്കിയതിന് ശേഷം ഇത് വലത്തെ സൈഡിലേക്കാണ് വരേണ്ടത്. അപ്പോൾ മുകളിലത്തത് ഇടത്തോട്ട് തിരിക്കുക, വലത്തെ സൈഡത്ത് പൊന്തിക്കുക, ആ വലത്തോട്ട് തിരിച്ചത് സോൾവ് ചെയ്യുക, നോർമൽ പൊസിഷനിലേക്ക് തന്നെ കൊണ്ടുവരാം. അതേപോലെ തന്നെ വലത്തെ സൈഡത്ത് നോർമൽ പൊസിഷനിലേക്ക് തന്നെ കൊണ്ടുവരാം. അതിനുശേഷം യെല്ലോ ഫേസ് ചെയ്ത് പിടിക്കുക, ഇത് ഇവിടെ നിന്ന് മാറ്റാം, അതായത് വലത്തോട്ട് ഈ പൊസിഷനിലേക്ക് തിരിക്കുക. ഇവിടെ ഇപ്പം ഇടത് സൈഡാണില്ലത്, നിങ്ങളിപ്പോൾ ഈ സൈഡ്, ഇപ്പോൾ എൻ്റെ ഇടത് സൈഡാണില്ല. ഇടത് സൈഡ് ആയതുകൊണ്ട് ഇത് വലത്തോട്ട് തിരിക്കുക, ഇടത്തെ സൈഡത്തെ പൊന്തിക്കുക, അത് നോർമലി സോൾവ് ചെയ്യുക, താക്കാം. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ലെയറും നിങ്ങൾക്ക് ഇവിടെ സോൾവ് ആയിട്ടുണ്ട്. ഇതിലെന്തെങ്കിലും കൺഫ്യൂഷനും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ബാക്ക് അടിച്ച് പോസ് ചെയ്ത് കാണാൻ. ഞാൻ ഇതിൻ്റെ അൽഗോരിതം കാര്യങ്ങളും സ്ക്രീനിൽ തന്നെ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ അൽഗോരിതം പഠിക്കണ്ട, ഈ അവസാനത്തെ ലെയർ സോൾവ് ചെയ്യുമ്പോൾ അൽഗോരിതം പഠിച്ചാൽ മതി. ഓക്കെ, അതേപോലെ തന്നെ ഇതിൻ്റെ ഫസ്റ്റ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കാണിച്ച ഇക്വേഷൻ അത് നിങ്ങൾക്ക് ഞാൻ
ഇത് തുടങ്ങുമ്പോൾ, അതായത് ഈ അടുത്ത ഒരു എപ്പിസോഡ് ചെയ്യും, ഇതിൻ്റെ ലാസ്റ്റ് ലെയർ സോൾവ് ആക്കുന്ന ഒരു എപ്പിസോഡ് ചെയ്യും. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഫുള്ളായിട്ട് കാണിച്ചു തരും. അപ്പോൾ വീഡിയോ റിപ്പീറ്റേറ്റീവായിട്ട് നിങ്ങൾ കണ്ടുനോക്കാം, എന്നാലേ ഇത് പഠിക്കും. നിങ്ങൾക്ക് എത്രയോട്ട് മനസ്സിലാകുന്നവർക്കും വീഡിയോ കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുമ്പം ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ. അപ്പോൾ ഈ ചെറിയ റുബിക്സ് ക്യൂബ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് ഈ ചാനലത്തെ വീഡിയോസും കാര്യങ്ങളും ലഭിക്കാനായിട്ട് ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് ഇനേബിൾ ചെയ്തിരിക്കുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇറ്റ്സ് മീ ആഷിഖ്.